സാർ പറഞ്ഞ പോലെ എൻ്റെ ചില കണ്ടെത്തലുകൾക്ക് റൈറ്ററുടെ അപ്പുറത്തുള്ള റൈറ്ററിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഒരു ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യല്ല സിനിമ എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ഒരു രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് വള്ളുവനാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ എന്നാലോചിക്കുമ്പോൾ വള്ളുവനാടൻ ഭാഷയും ലിറ്ററേച്ചറും സിനിമയും ഒക്കെ ഒരുപാട് കണ്ട് പരിചയമുള്ളതാണ്. പക്ഷെ അത് വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഇതിനകത്തുള്ളത് എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. സോ അതിനകത്ത് വളരെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നന്ദനാരുടെ രചനകളിലെ അടിസ്ഥാന ധാരയായിട്ടുള്ള 3 തരം വിശപ്പുകളെക്കുറിച്ചുള്ള വിഷയമുണ്ട്. ഒന്ന് വയറിൻ്റെ വിശപ്പാണ്, ശരിയായിട്ടുള്ള പട്ടിണിയുടെ വയറിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. മറ്റൊന്ന് ശരീരത്തിൻ്റെ വിശപ്പാണ്, അത് കാമവും പ്രണയവും സെക്സും ഒക്കെ തന്നെയാണ്. മറ്റൊന്ന് മനസ്സിൻ്റെ വിശപ്പാണ്, അത് സ്വന്തം എക്സ്പീരിയൻസിൻ്റെ ഞാൻ എന്താണെന്നുള്ള അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ വിഷയമാണ്. അപ്പോൾ ഈ സിനിമ പിന്നെ ഉണ്ടാകുന്ന ഒരു കാലം എന്നുള്ളത് 44 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പീരീഡ് ആണെങ്കിൽ ഇപ്പോൾ 64 വർഷം കഴിഞ്ഞ ശേഷവും ഇന്ന് നമുക്ക് തോന്നുന്നത് ഇന്ന് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നു, ഈ വിഷയം റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഒരു അരനൂറ്റാണ്ട് കടന്ന ശേഷവും ഈ സബ്ജക്റ്റ് പ്രസക്തമാകുന്നു എന്നുള്ളൊരു വിഷയം ഉണ്ട് അതിനകത്ത്. മറ്റൊന്ന് മലയാളിയെ പോലുള്ള ഒരു ജനത അല്ലെങ്കിൽ മലയാളിയെ പോലെ സമാനമായിട്ടുള്ള ജനതകളൊക്കെ തന്നെ അന്നത്തിന് വേണ്ടി തൊഴിലിന് വേണ്ടി മറ്റ് മേഖലകളിലേക്ക് മറ്റ് വലിയ സിറ്റികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ ചേക്കേറേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ടാകുന്നു. യുദ്ധത്തിനെക്കുറിച്ചുള്ള നിലപാടുകൾ നന്ദനാർ യുദ്ധം പരിപൂർണമായിട്ട് നിരർത്ഥകമാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം യുദ്ധമുഖത്തേക്ക് സ്വന്തം പേഴ്സണൽ ജീവിതത്തിലേക്ക് പോകേണ്ടി വരുന്ന ഈ റൈറ്ററാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരുന്ന ഈ റൈറ്ററുടെ അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ള പ്രത്യേകതകളുള്ളത്. സോ അത് നമ്മൾ കണ്ട് പരിചയം